ആദ്യം കഴക്കൂട്ടത്തേക്കാണ് UDF സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദിനൊപ്പം കുപ്രസിദ്ധ ഗുണ്ടയും പ്രചാരണത്തിന് 40ഓളം കേസുകൾ പ്രതിയായ പഞ്ചായത്ത് ഉണ്ണിയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിനെത്തിയത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചെയ്തു. റിനു, കൊലക്കേസിലടക്കം 40 കേസുകൾ പ്രതിയായ ഗുണ്ടയ്ക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രചാരണത്തിൽ എന്തു കാര്യം? ായിട്ടുള്ള കഴക്കൂട്ടം മണ്ഡലത്തിലെ ശരത്ചന്ദ്ര പ്രസാദിന്റെ വാഹനജാഥ രമേശ് ചെന്നിത്തലയാണ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഈ പരിപാടിയിലാണ് കാപ്പ കേസ് പ്രതിയും ഏകദേശം 40ഓളം കേസുകളിലെ പ്രതി കൂടിയായിട്ടുള്ള പഞ്ചായത്ത് ഉണ്ണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയത്. UDF സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം സജീവമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. അദ്ദേഹം 2 വീലറിൽ പ്രചാരണത്തിന് കൊടിവെച്ച 2 വീലറിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ. ഇദ്ദേഹത്തിനെതിരെ 5 തവണ കാപ്പ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് 40ഓളം വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരവും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. വരും സമയങ്ങളിൽ ഒരു പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും LDF അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിമാർ വലിയ ആരോപണവുമായി ഇതിനോടകം തന്നെ രംഗത്ത് എത്തിക്കഴിഞ്ഞു. കാപ്പ കേസ് പ്രതിയുമായി ശരത്ചന്ദ്ര പ്രസാദിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ NDAയുടെയും അതുപോലെ തന്നെ LDFന്റെയും നേതാക്കൾ ആരോപിക്കുന്നത്. അവിടെ LDFനായി മത്സരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്, V മുരളീധരനാണ് NDA സ്ഥാനാർത്ഥി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.